നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനെ ഇപ്പോൾ ഇനി പുതുതായിട്ട് നമ്മൾ സ്ഥാനാർത്ഥിയാക്കി നിർത്താനായിട്ട് CPM തയ്യാറാകുന്നില്ല എന്ന് പറയുന്നു. ദിവ്യയും അതുപോലെ PP ദിവ്യയ്ക്കും ഒരു സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ CPM-ന്റെ ഒരു നീക്കം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ജയിച്ചു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടാൻ തൽക്കാലം CPM-ന് ആഗ്രഹമുള്ളവരല്ല. മേയർ സ്ഥാനത്ത് നിന്ന് പ്രകടമായ കാഴ്ച വെച്ചുകൊണ്ട് വളരെ നല്ല കാഴ്ച പ്രകടമാക്കിയതിനാൽ MLA സ്ഥാനാർത്ഥിയെ പോലും ആക്കിയ ചരിത്രവും MLA ആയ ചരിത്രവുമാണ് CPM നമുക്ക് മുന്നിലോട്ട് വെച്ചിട്ടുള്ളത്. അവിടെ നോക്കുമ്പോൾ മേയർ എന്ന ആ ഒരു പദവി 21-ാം വയസ്സിൽ 5 വർഷം പൂർത്തിയാക്കുന്നു. ഇപ്പോൾ 26-ാമത്തെ വയസ്സിൽ 21-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരം എന്ന സംസ്ഥാനത്തിന്റെ നഗരത്തിലേക്ക്, സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തിലേക്ക് മേയറായിട്ട് വരുമ്പോൾ നമ്മൾ നിരവധി അനവധി കാര്യങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ വന്നത് മുഴുവനും ഈ പിൻവാതിൽ നിയമനം, അതുപോലെ തന്നെ ഒപ്പ് വിവാദം, കത്ത് വിവാദം, അങ്ങനെ നിരവധി അനവധി വിവാദങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. മേയർ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായി എൻ്റെ വാർഡിലെ കൗൺസിലറാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. എൻ്റെ കഞ്ഞി വോട്ട് മേയർക്കാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ മേയറോട് പറയുന്നുണ്ട്, ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ 21 വയസ്സുള്ള ഒരാൾ മേയറാകുമ്പോൾ അഭിമാനമുണ്ട്, ഞാൻ അത്രയും നല്ല പ്രവർത്തനമാണ് ഞാൻ കാഴ്ചവെച്ചതെന്നൊക്കെ പറയുമ്പോൾ എന്ത് തോന്നുന്നു, നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ? മേയർ ഇപ്പോൾ പറയുന്നത് CPM എന്തോ വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അത് PP ദിവ്യ അതേപോലെ പറയുന്നുണ്ടല്ലോ. ശ്രീജ അതിന് ഇടയിലൂടെ പറഞ്ഞ ഒരു കാര്യം തന്നെ ആദ്യം എടുക്കാം. സാധാരണ CPM-ന്റെ ഒരു പ്രധാന കാര്യം നമ്മൾ നോക്കൂ, അവിടെ നേതാക്കന്മാരേ ഉള്ളൂ, സ്ത്രീകള് കുറവേ ഉള്ളൂ. ഏറ്റവും വലിയ ഉദാഹരണമാണ് ശൈലജ ടീച്ചർ. മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിനെയൊക്കെ അടിച്ചൊതുക്കി എവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത്, MLA ഇനിയിപ്പോൾ അടുത്ത തവണ ആകുമ്പോൾ ആ ഒരു പദവിയും കൂടെ തീരുമല്ലോ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരേണ്ടുന്ന ഒരു നേതാവ്, ഒരു സ്ത്രീ, അടുത്ത CPM പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ ശൈലജ ടീച്ചറിന്റെ പേര് പറയാത്ത മലയാളികൾ ചുരുക്കമാണ്, അല്ലെ? അത്രയ്ക്ക് ഇഷ്ടമാണ് ടീച്ചറിന് പറഞ്ഞുകൊണ്ട്, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ വീണ ജോർജ്, ഇങ്ങനെ 2 or 3 സ്ത്രീ വ്യക്തിത്വങ്ങളല്ലാതെ CPM-ൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള സ്ത്രീ നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ SFI DYFI പ്രവർത്തകരിൽ നിന്നും, SFI മാറ്റി നിർത്താം, DYFI ഇതിൽ നിന്നിങ്ങോട്ടാണ് കുറച്ചിപ്പം വനിതാ സ്ഥാനാർത്ഥികൾക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചുകൂടി അധികം കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഭരണഘടനയൊക്കെ മാറിയതിനു ശേഷം, പണ്ട് അങ്ങനെയായിരുന്നില്ല. സ്ഥാനാർത്ഥികളായിട്ട് വനിതകളെ നിയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ IA എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതി ഉണ്ടാവുകയും പിന്നെ വനിതകൾക്ക് ഇത്ര അധികം സംവരണം ഉണ്ടാക്കുകയും ചെയ്തു. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു കൗൺസിലർ എന്നതിനേക്കാൾ അപ്പുറം ആരെയും വളർത്തില്ല എന്നുള്ളതാണ് CPM-ന്റെ യഥാർത്ഥ ഒരു അജണ്ട. അതിനപ്പുറം വനിതകളെ വളർത്തില്ല, അവർക്ക് മേലെ ഭരിക്കാൻ അവരെ അനുവദിക്കത്തില്ല, സ്ത്രീകളെ അനുവദിക്കത്തില്ല. അത് ഈ പറയുന്നത് പോലെ സ്ത്രീപക്ഷത്താണ്, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ, വാക്കിലേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും അതുകൊണ്ട് കാണുന്നത് നമുക്ക് കണ്ടിട്ടില്ല. എന്നാൽ അതേ സമയത്ത് കോൺഗ്രസിൽ അങ്ങനെയല്ല. ഭരിക്കുന്നത്, ഒരുപക്ഷെ കേന്ദ്രത്തിൽ തന്നെ ഭരിക്കുന്നത് ഒരു പെൺകരുത്ത് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. BJP-ലും കുറെയൊക്കെ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാണ് കൊടുക്കുന്നത്? കാര്യത്തിൽ ശരിയാണ്. പക്ഷെ ഇപ്പോഴത്തെ കാര്യം, രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, കുറെ പെൺകുട്ടികൾ ഇപ്പൊ കൗൺസിലിംഗ് ഇതായിട്ട്, എനിക്ക് തോന്നുന്നത് CPM-ഉം കോൺഗ്രസ് ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കും. നമുക്ക് കണ്ടറിയാം, എന്തായാലും നോക്കാം. പക്ഷെ ഒട്ടുമില്ലാത്ത ഒരു കേഡർ പാർട്ടിയായിട്ട് തോന്നിയിട്ടുള്ള എനിക്ക് CPM-നെയാണ്. അതവിടെ നിൽക്കട്ടെ. സ്ത്രീകൾക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. പക്ഷേ ആര്യ രാജേന്ദ്രൻ 21-ാമത്തെ വയസ്സിലാണ്. അവര് വളരെ നിർവികാരമായിട്ട് വലിയൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും ഈ പറയുന്ന ഒരു വലിയൊരു മേയർ, തലസ്ഥാനത്തിന്റെ വലിയൊരു മേയർ പദവിയിലേക്ക് ആക്കിയത് എൻ്റെ പാർട്ടി തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച്, അല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം KSU ഈ പറയുന്ന SFI പ്രവർത്തകയായിട്ട് തുടർന്ന അവർ ഒരു മേയർ ആക്കി. അത് പാർട്ടിയുടെ ഒരു ഇത് തന്നെയാണ്. പക്ഷെ അതിൽ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ആദ്യമായിട്ടായിരിക്കും 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ ഇനി ആരെയും എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഈ പറഞ്ഞോണം സ്ത്രീകളോടുള്ള ഒരു വിരോധം മാത്രമല്ല. ഒന്നാമത്തെ ചോദ്യം, മേയർ ഊട്ടി പ്രത്യേകിച്ച് തലസ്ഥാനത്തൊന്നും ചെയ്തിട്ടില്ല. മേയർ ഊട്ടിയെ കണ്ടാൽ പോലും കല്ലെറിയുന്ന ആൾക്കാരാണ് ഉള്ളത്. അഴിമതിയുടെ കുംഭകോണം, മറ്റേ കല്ല് വിൽപ്പനയിൽ തുടങ്ങിയതാണ് ഇത്. ആറ്റുകാൽ പൊങ്കാല കല്ല് വിൽപ്പനയിൽ തുടങ്ങിയത്, ഇഷ്ടിക വിൽപ്പനയിൽ തുടങ്ങിയതാണ് ഈ സംഗതികൾ.
അപ്പൊ അഴിമതിയുടെ കുംഭകോണം എന്ന് വെച്ചാൽ അവസാന ഘട്ടത്തിലാണ് ഇല്ല പറയുന്നോണം എന്തെങ്കിലുമൊക്കെ എന്റെ ആര്യ ഞങ്ങളെ ജയിപ്പിക്കാനെങ്കിലും എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഇവിടെങ്ങളിൽ കുറച്ച് വീടുകൾ പോയി സിമെന്റ് പൊക്കുന്നത് കണ്ടു, അമ്മമാരെ ചേർത്ത് പിടിക്കുന്നത് കണ്ടു, മറ്റേ കോർപ്പറേഷൻ മറ്റേ ഇതിനകത്ത് ഡ്രെയിനേജിനകത്ത് മരണപ്പെട്ടു പോയ ആ വ്യക്തിയുടെ വീട് വെച്ച് കൊടുത്ത് അവിടെ പാലുകാച്ചി നടത്തുന്നുണ്ട്. ഇതല്ലാതെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് അല്ലാതെ ഒരു പൊതു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം ചില പ്രവർത്തനങ്ങളോട് വികസനം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു ആവറേജ് ചെയ്തെടുക്കുക എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ ആര്യ ഒന്നും ചെയ്തിട്ടില്ല. ആര്യ രാജേന്ദ്രൻ ഒന്നും ചെയ്തു. തലസ്ഥാന നഗരത്തിൽ ഇത്രയും വർഷം അവർക്ക് കിട്ടിയിട്ട് പ്രത്യേകിച്ച് അവർക്കൊന്നും, എന്നാൽ പ്രശാന്തൻ അങ്ങനെ ആയിരുന്നില്ല, കുറച്ചുകൂടെയൊക്കെ ചെയ്യാൻ സാധിച്ചിരുന്നു. ആര്യ എങ്ങനെയൊക്കെ അടിച്ചു മാറ്റലുണ്ട്, എങ്ങനെയൊക്കെ ഈ ശ്രീജ പറഞ്ഞതുപോലെ ബാക്കിലൂടെ പിൻവാതിൽ നിയമനങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ട്, ഇതൊക്കെ ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് ആര്യക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തലസ്ഥാനത്ത് പറ്റിയില്ല. ഇനി ഒരു കൗൺസിലറായിട്ട് പോലും ആരെയും നിർത്തിയ അവിടുത്തെ കൗൺസിലർ ആയിരുന്നു എന്നല്ലേ പറയാം, എങ്ങനെയുണ്ട്? അതായത് കൗൺസിലർ ആയതിനെ കുറിച്ച് എനിക്ക് വാദോരാതെ സംസാരിക്കേണ്ടതുണ്ട്. അതായത് ആര്യ രാജേന്ദ്രൻ കൗൺസിലറായിട്ട് വരുമ്പോൾ തമലം മുടവൻമുകൾ വാർഡ് അതിനകത്തുള്ള തമലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ആര്യ രാജേന്ദ്രൻ. വരുമ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത് ഇങ്ങനൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. പക്ഷെ കേഡർ പാർട്ടി ആയതിനാൽ തന്നെ ഈ പറയുന്ന ഈ കേഡർ പദവിയിലൊക്കെ തന്നെ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അങ്ങനെ 21ാമത്തെ വയസ്സിലാണ് വരുന്നത്. അപ്പോൾ എനിക്കും പ്രായം 21ആണ്. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് കൃത്യമായി ജോലിക്ക് കയറിയ ആ ഒരു സമയത്താണ് ആര്യ രാജേന്ദ്രൻ മേയർ മത്സരിക്കാനായി നിൽക്കുന്നത്. അതിന് മുൻപ് വരെ മുടവൻമുകൾ എന്ന് പറയുന്ന ഒരു പാർട്ടി ഗ്രാമം പോലെ തന്നെയാണ്. എൻ്റെ ഈ പൂർവികരടക്കമുള്ളവർ വലിയ രീതിയിൽ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന, ഞങ്ങളുടെ കുടുംബം അടക്കം നല്ല രീതിയിൽ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. മുടവൻമുകൾ തന്നെ പാർട്ടി ഗ്രാമമാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറാത്ത ചിലരുണ്ട്, എന്നാൽ മാറി മറ്റു പാർട്ടിയിൽ പോയ അനവധി ആളുകളുമുണ്ട്. ഗോപകുമാർ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു തന്നെയാണ്. അദ്ദേഹമായിരുന്നു അവിടുത്തെ കൗൺസിലറായിട്ട് ഉണ്ടായിരുന്നത്. അതിന് മുൻപ് സഖാവൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. സഖാവ് എന്ന പേരിൽ നമുക്ക് അറിയുന്നത് അദ്ദേഹത്തിനെ ആയിരുന്നു എന്നുള്ളതാണ്. രാജശേഖരൻ എന്ന് പറയും, അദ്ദേഹമാണ് നിന്നത്. അപ്പോഴാണ് ആദ്യ വികസനമൊക്കെ തന്നെ മുടവൻമുകളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് സഖാവ് ഗോപൻ എത്തി. അദ്ദേഹവും വികസന പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. മാത്രമല്ല കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, അതായത് കോർപ്പറേഷനുമായി നമുക്ക് നിൽക്കുന്ന ഒരു ഇടനിലക്കാരൻ എന്ന പോലെയാണല്ലോ. ഒരു കരം നടക്കാനോ അല്ലെങ്കിൽ ഒരു ആധാർ കാർഡിന്റെ ഒരു പ്രശ്നം വന്നാലോ നമ്മൾ അക്ഷയയിൽ പോയാൽ ചെയ്യുന്ന കാര്യം നമ്മൾ കൗൺസിലർ വഴിയായിരിക്കും ചെയ്യുന്നത്. കയറി ഇറങ്ങി ഒരു സാധാരണക്കാരന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത തവണ അവിടെ ഇപ്പോൾ വനിതാ സീറ്റാകുന്നു, വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, വനിതാ സീറ്റാകുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ അവിടെ ജയിച്ചു വരുന്നു, കൗൺസിലറായി ജയിച്ചു വരുന്നു, മേയറാകുന്നു. അതിനുശേഷം പിന്നെ ഈ പറയുന്ന മുൻ ഈ സഖാക്കന്മാരെയൊക്കെ തന്നെ അങ്ങ് ഒതുക്കി മാറ്റുന്ന കാര്യമായിരുന്നു. ഈ പറയുന്ന മുൻ കൗൺസിലർ ഒന്നും തന്നെ ആ പ്രദേശത്തെ ഇല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കാണാൻ പോലും ഇല്ല. ആ ഒരു ഖേദം അവിടുത്തെ നാട്ടുകാർക്കുണ്ടായിരുന്നു. അതായത് ആ ഗോപൻ എന്ന് പറയുന്ന മുൻ കൗൺസിലർ, ആ ഗോപൻ ചേട്ടൻ എന്താ മാറ്റി നിർത്തിയെന്നുള്ളൊരു ചോദ്യം ഒക്കെ തന്നെ നിരവധി ആൾക്കാർ ചോദിച്ചിരുന്നു. മാത്രമല്ല മേയർ ആര്യ രാജേന്ദ്രൻ മേയർ എന്ന നിലയിൽ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ കാലൊടിഞ്ഞ് കിടക്കുന്ന പലരുടെയും വീട്ടിൽ വന്ന് കാല് തടവി വരെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതേ കാലൊടിഞ്ഞ ആൾ ഞൊണ്ടി അവരുടെ മുന്നിലോട്ട് പോയപ്പോൾ മൈൻഡ് പോലും ചെയ്യാതെ പോയ ടീമാണ് ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. ആര്യ രാജേന്ദ്രൻ നമ്മുടെ വാർഡിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏക വികസനം എൻ്റെ കണ്ണിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് മുടവൻമുകളിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 5:30 വരെ പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് സെന്റർ വന്നിട്ടുണ്ട്. അവിടെ നല്ല കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടർ ഉള്ളത് കൊണ്ട് മാത്രം ആ പറയുന്ന കേന്ദ്രം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 2-3 നിലകളായിട്ടാണ് പണിതിരിക്കുന്നത്. അതിൽ 2 മുറികൾ മാത്രമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഡോക്ടർ ഇരിക്കുന്നു, മറ്റൊന്ന് 2 അസിസ്റ്റന്റ് നഴ്സുമാർ ഇരിക്കുന്നു. പിന്നെ പ്രാഥമിക ഗുളികകൾ വളരെ കുറച്ച് മാത്രം അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം അവിടെയുള്ള നിരവധി ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ അടക്കമുള്ള ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റ് വികസനം, പിന്നെ അത് മാത്രമല്ല മേയർ ആര്യ രാജേന്ദ്രന്റെ വാർഡിലെ റോഡിനെ കുറിച്ചുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടായിരിക്കണമല്ലോ. മലയാളി വാർത്ത കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ അനുഭവിച്ചതാണ്. ഏകദേശം ഒരു 3 വർഷ കാലഘട്ടത്തിലെങ്കിലും ആ റോഡ് അതേപടി കിടന്നതാണ്. നിരവധി കമന്റുകൾ, വാർത്തകൾ, വീഡിയോകൾ, റീൽസുകളൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് ആ റോഡ് ഒന്ന് നവീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം. ഇപ്പോൾ മുടവൻമുകൾ എന്ന് പറയുന്ന വാർഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൈവിട്ട് BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ പോകാനുള്ള സാധ്യത വളരെ 98% നിൽക്കെ ഈ CPM-ന്റെ ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ആര് നിന്നാലും ജയിക്കില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിൽ അവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ മുന്നിലുണ്ടായിരുന്ന ഈ പറയുന്ന ഞാൻ പറഞ്ഞ അടിച്ചൊതുക്കിയ
സഖാവ് ഗോപകുമാറിനെയാണ് അവർ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഗോപകുമാർ നിന്ന് കഴിഞ്ഞാൽ ജയിക്കും, CPM ജയിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവർ അദ്ദേഹത്തെ വീണ്ടും ആ സ്ഥാനാർത്ഥിയിലേക്ക് തിരിച്ചെത്തിക്കുക. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആരോഗ്യപരമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് സന്തോഷമുണ്ട് തിരിച്ചു വരാൻ. കാരണം ഗോപൻ ചേട്ടൻ നിന്ന് കഴിഞ്ഞാൽ, ഗോപണ്ണൻ എന്നാണ് വിളിക്കുന്നത്, നമുക്ക് അണ്ണൻ എന്ന വാക്കാണല്ലോ ഉപയോഗിക്കുന്നത്. ഗോപണ്ണൻ നിന്ന് കഴിഞ്ഞാൽ, ഗോപണ്ണൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഗോപൻ അണ്ണൻ നിൽക്കുന്നതുകൊണ്ട് മാത്രം വോട്ട് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ മുഖം രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ മുടവൻമുകൾ പോലെയുള്ള പാർട്ടി ഗ്രാമത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം പഴയ സഖാക്കന്മാരെ കൊണ്ടുവരിക മാത്രമാണ് ലക്ഷ്യമെന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു. അത് തിരിച്ചറിവാണ്. അതിന് മേയർ ആര്യാരാജേന്ദ്രന് ഒരു കൈയടി കൊടുത്തേ പറ്റും. മാത്രമല്ല ഈ മേയർക്കുണ്ടാകുന്ന ഈ ട്രോളുകളൊക്കെ തന്നെ അനുഭവിക്കുന്ന മുടവൻമുകളവരാണ്. നിങ്ങളുടെ കൗൺസിലർ അല്ലേ അത് ചെയ്തത്, നിങ്ങളുടെ കൗൺസിലർ അല്ലേ ഇങ്ങനെ എന്നുള്ള ആ ഒരു കുത്തുവാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. കൂടുതൽ പറയില്ല. ശ്രീജ പറഞ്ഞു എന്തുകൊണ്ടാണ് ആരെയും നിർത്താത്തത് എന്നുള്ളത്. കാരണം ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ ആ ഒരു വാർഡിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവരുടെ വിശേഷങ്ങൾ മാത്രമല്ല അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനാണ് ഓരോ കൗൺസിലർ. മാത്രമല്ല അതിൽ തോൽവി ബാധിച്ചാല് അതിൽ തോൽവി സംബന്ധിച്ചിരിക്കുന്ന ആര്യ രാജേന്ദ്രനെ എങ്ങനെ ഒരു മേയറായിട്ട് കാണാൻ പറ്റും, ഒരു സംസ്ഥാനത്തിന്റെ മേയറായിട്ട്? അത് മാത്രമല്ല ഈ പറയുന്ന പോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകയായതുകൊണ്ട് പലരും എന്നെ വിളിച്ചത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാർഡ് മേയർ ആണല്ലോ, നമുക്ക് അതിനെതിരെ കൊടുക്കണമോ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു പറയണ്ട. ആ പ്രധാന പരാതി എന്ന് പറയുന്നത് മേയർ ആര്യ ഇപ്പൊ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല ചോർന്നൊലിച്ച വീട്ടിലാണ് താൻ ഉണ്ടായിരുന്നതെന്ന് പറയുന്നല്ലോ. പിന്നീട് അദ്ദേഹം അവിടെ തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലേക്ക്, കോൺക്രീറ്റ് വീട്ടിലേക്ക് മാറുകയാണ്. കാരണം മേയറിന്റെ വാഹനം പോലും അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. വീട് മാറിയത് നമുക്കറിയാൻ സാധിക്കുന്നത്. ചോർന്നൊലിക്കുന്നുണ്ടോ എന്ന് അറിയില്ല, അവർ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് അവരുടെ അനുഭവം അവർ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അറിയില്ല. അപ്പോൾ നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൗൺസിലർ എന്ന നിലയിൽ ഒരു ജാതി സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിനോ മറ്റെല്ലാ കാര്യങ്ങൾക്കും കൗൺസിലറിന്റെ ഒപ്പ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് ചിലർ ആ കൗൺസിലറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കൗൺസിലർ ഇവിടെയല്ല, കൗൺസിലറിന്റെ അമ്മയാണ് നിൽക്കുന്നത്. അമ്മ പറഞ്ഞ മറുപടിയാണ് നിങ്ങളെയൊന്നും കാണാനിരിക്കുന്ന ആളല്ല, സൗകര്യമില്ല കാണാൻ എന്നുള്ള മട്ടിൽ. അതായത് കൗൺസിലറിന്റെ അല്ലെങ്കിൽ മേയറിന്റെ PA എന്ന നിലയിൽ അമ്മ സംസാരിക്കുകയാണ്. ആര്? ഈ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനങ്ങൾ വീട്ടിലോട്ട് ആവശ്യവുമായി ചെല്ലുമ്പോൾ പറഞ്ഞ മറുപടിയാണിത്. പലരും അവരുടെ അനുഭവമാണ് തുറന്നു പറയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു വീഡിയോ എടുക്കും, അത് ഒരു ഒളി ക്യാമറ വെച്ചൊരു വീഡിയോ എടുക്കും, നിങ്ങളുടെ കയ്യിൽ ഫോണല്ലേ ഇരിക്കും, നിങ്ങളൊരു വീഡിയോ എടുക്കും, നമുക്കത് പറയണ്ടേ? കാരണം അതൊന്നും ശരിയല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. കാരണം മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന 21 വയസ്സുകാർ BBC അടക്കം വാർത്ത വന്നപ്പോൾ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ആര്യയെ നമ്മൾ ആ ഒരു സ്ഥാനത്തേക്ക് വരവേറ്റത്. തീർച്ചയായും നമുക്ക് മുടവൻമുകൾക്കാർക്ക് വലിയ അഭിമാനമായിരുന്നു ആര്യ രാജേന്ദ്രൻ ഒരു മേയറായിട്ട് 21 വയസ്സിൽ വരുന്നതെന്ന് പറയുന്നു. പക്ഷേ അതേ അടുത്ത് നിന്ന് തന്നെയാണ് വളരെ മോശമായി പോയല്ലോ എന്ന് പോലും, അയ്യോ കഷ്ടമായി പോയെന്ന് പോലും തോന്നിക്കുന്നിടത്തേക്ക് ആര്യയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ്. അത് മാത്രമല്ല ആര്യയിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം നല്ല വികസനങ്ങൾ, നല്ല ഇടപെടലുകൾ, ഈ വികസനം ഒന്നും ചെയ്യേണ്ട, നല്ല ഇടപെടൽ മതിയല്ലോ. വയസ്സെന്ന് പറഞ്ഞാൽ കുറച്ച് ചോരത്തളപ്പുള്ള പ്രായമാണ്. അപ്പൊ കുറച്ചുകൂടി സമൂഹത്തിലെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നന്മകൾ ചെയ്യാനും ഒക്കെ ഒരു ത്വരയുണ്ടാകുന്ന പ്രായം കൂടിയാണ്. നല്ല ഇടപെടലുകൾ, അതുപോലെ തന്നെ അങ്ങനെ അനവധി കാര്യങ്ങൾ ആര്യയിൽ നിന്നും പ്രതീക്ഷിച്ചു. തൊഴിൽ മേളകൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു. ഇപ്പോൾ പറയുന്നുണ്ട് ആര്യയുടെ ഫേസ്ബുക്ക് നിരവധി കാര്യങ്ങൾ അത്തരത്തിൽ തൊഴിൽ മേള നടത്തിയതും അങ്ങനെ നടത്തിയതും ഇങ്ങനെ നടത്തിയതൊക്കെ പറയുന്നുണ്ട്. അറിയില്ല ആർക്കാണ് ഇത് കിട്ടിയതെന്ന് അറിയില്ല. പേരുൾക്കടയിൽ ഒരു കുളം, നീന്തൽക്കുളം 1.5 കോടി രൂപയിൽ ചെലവഴിച്ചത്, കുളമേ ഇല്ല അവിടെ. എന്തായാലും അതിൽ ഉദ്ഘാടനത്തിന് വന്നില്ല. ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞോളൂ, വന്നില്ല. എങ്ങനെ കുളമില്ലാണ്ട് എങ്ങനെ വരുന്നത്? അപ്പൊ ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പലയിടത്തും ഈ ഓട്ടോ ഡ്രൈവേഴ്സിനോടും അവരുമായിട്ട് സംസാരിക്കും. ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഒരിടത്ത് ഒരു ചെറിയ പാർക്കാന്ന് വിചാരിച്ചു. ആ പാർക്ക് ആദ്യം ഒരു പാർക്ക് ഉണ്ടാക്കും, എന്നിട്ട് അതിന്റെ നവീകരണമൊന്നുമായി പുതുതായി നവീകരിച്ച പാർക്ക് ഇതാ ഉദ്ഘാടനം, വീണ്ടും ഉദ്ഘാടനം, അതിന് 1 കോടി രൂപ. ഇങ്ങനെ വീണ്ടും അതെന്തുവാണ് കുറച്ച് പോച്ചയൊക്കെ ചെത്തി 2-3 ചെടിച്ചട്ടികളും കൂടി വെക്കും. കൂടി വന്ന ഒരു 1000 രൂപ 2000 രൂപയ്ക്കകത്ത് ഒതുങ്ങുന്ന സംഗതികൾക്ക് 1 കോടി രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, ഇങ്ങനെ പലയിടങ്ങളിൽ വീണ്ടും ഒന്ന് പോച്ചയൊക്കെ ചെത്തി പറിച്ചിട്ട് നവീകരിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെയറോ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇടുക, ഒരു ലൈറ്റ് ഇടുക, അതിന് ലക്ഷങ്ങൾ എഴുതി വാങ്ങിക്കുക. ഇപ്പൊ ഇത്തരത്തിലുള്ള കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ 23ാമത്തെ വയസ്സിൽ അത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ വിവാഹവും കഴിച്ചു, ഒപ്പം കുഞ്ഞുണ്ടായി. ആ ഒരു വികസനം
ആ ഒരു വികസനം ഉണ്ടായി ആര്യ രാജേന്ദ്രൻ. അപ്പൊ ആര്യ രാജേന്ദ്രനെ പറ്റി മൊത്തത്തിൽ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ആണ്. എനിക്കൊരു സംശയം, അല്ലെങ്കിൽ പലരും ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ആര്യ രാജേന്ദ്രന് വോട്ട് കൊടുത്ത ആര്യയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന യുവതലമുറയിൽ ഇപ്പോൾ ഏറ്റവും പ്രായം കുറവ് UDF-ന്റെ 21 വയസ്സ് പറഞ്ഞ ഈ വൈഷ്ണ എന്ന് പറയുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് പോലും വോട്ട് കൊടുക്കാൻ നമുക്ക് മടിയാണെന്ന് പലരും പറയുന്നത്. ഈ ആര്യ രാജേന്ദ്രൻ മേയർ ആയതിനു ശേഷം പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആര്യയുടെ ഒരു ശരീരഭാഷ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിവാദ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒരു പുച്ഛത്തോടുള്ള ഒരു ചിരിയും മുഖഭാവമാണ് കാണുന്നത്. അതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ എന്തെങ്കിലും പറ, എനിക്കിവിടെ എന്തിര് എന്നുള്ള ഒരു തിരുവനന്തപുരംകാരുടെ ഒരു വല്ലാത്ത ശരീരം, മറ്റുള്ളവരെ ഈ പറയുന്ന ആക്കുന്ന തരത്തിലുള്ള മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അതെ, അടിച്ചാക്ഷേപിക്കുന്നത്. പക്ഷെ ആ ഒരു ഭാഷയുണ്ടല്ലോ, എന്ന് വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യും എന്നുള്ള ഒരു മനോഭാവം, അതാണ് ശരിക്കും ആര്യയുടെ ഒരു ശരീരഭാഷ എന്നാണ്. ഇത് തന്നെ ആൾക്കാർക്ക് ഭയങ്കര നെഗറ്റീവ്. നമ്മൾ ഈ നേരത്തെ ശ്രീജ പറഞ്ഞോണം ചെന്ന് കാല് വരെ തടവി കൊടുക്കുന്ന ഈ സ്ഥാനാർത്ഥികള് പിന്നെ ഇവരെ കാല് വാരുന്ന രംഗമാണ് കാണുന്നത്. കാല് വാരണ്ട, പക്ഷെ അറ്റ്ലീസ്റ്റ് അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക. സൗമ്യ എപ്പോഴും ജനങ്ങൾ, ഉമ്മൻചാണ്ടിയൊക്കെ ആ സമയത്ത് ഉമ്മൻചാണ്ടി, VS, അതേപോലെ തന്നെ EK നായനാർ, എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട EK നായനാർ വളരെ സൗമ്യതക്കാരനായിരുന്നു. വളരെ ചിലത് നർമ്മത്തോടെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ആ ഒരു രാഷ്ട്രീയക്കാരുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇപ്പൊ പിണറായി വിജയന്റെ കണക്കൊരു രാഷ്ട്രീയ ഭാവമാണ്. ചിലപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാനല്ല ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്, ഒന്നും ചെയ്തില്ലെങ്കിലും അവരോടുള്ള ജനങ്ങളോടുള്ള ഒരു ഇടപെടൽ ആ ഒരു ഇടപെടലിൽ ഒരു പക്ഷേ 100 മാർക്ക് കൊടുക്കുന്ന ആൾക്കാർ. ശ്രീജ വരുവാ, മാഡം ഇതേപോലെ എനിക്ക് ആ ഒന്നും ഒപ്പിട്ട് തന്നില്ലല്ലോ, അയ്യോ ശ്രീജ നാളെ തന്നെ നമുക്ക് ചെയ്യാം. തനി രാഷ്ട്രീയക്കാർ അങ്ങനെ പറയും. പക്ഷെ ആര്യക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, പക്ഷെ അവരോട് ഒന്നും സൗമ്യമായിട്ട് നമുക്ക് ചെയ്യാം, പരിഹരിക്കാം. ചിലപ്പോൾ തിരക്കുകളായിരിക്കാം. ഇത് നിസ്സാരമായിട്ട് ഇപ്പൊ ഈ ഒപ്പിട്ട് കൊടുക്കുന്ന അവരുടെയൊക്കെ അമ്മ, ഇവരൊക്കെ ആര് രാജ്ഞിയോ, ഇവരുടെയൊക്കെ മോളോ ഒപ്പ് ജയിപ്പിച്ചു വിട്ടത് നമ്മുടെ കാശ് കൊണ്ട് ജീവിക്കുമ്പോൾ സത്യം ആ വാർത്തയിലെ ആൾക്കാരുടെ പകുതിയിലധികം ആൾക്കാർക്കും പുച്ഛവും ദേഷ്യവും ഭയമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയാണ് നേതൃത്വം ഇപ്പോൾ മുന്നുണ്ടായിരുന്ന അതേ ആളെ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു 20% ആളുകളും CPM-ന് കൊടുക്കില്ല എന്നാണ് വിചാരിച്ചതെങ്കിൽ ഇപ്പോൾ ആള് മാറിയപ്പോൾ 30% വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വ്യക്തി ഇടപെടലാണ്, അതായത് വ്യക്തിപരമായി എല്ലാവരോടും ഇടപെടുന്ന രീതി, അത് തന്നെയാണ് പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രനെ നിർത്തിക്കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടുമെന്ന ബോധ്യം CPM-ന് വന്നുകൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു തീരുമാനത്തിലേക്ക് CPM എത്തിയെന്ന് പറയാം. PP ദിവ്യയെ കുറിച്ച് കൂടി PP ദിവ്യ സമാനമായിട്ടുള്ള ഒരു ചിന്താഗതിയും ശരീരഭാഷയുള്ള ഒരു വ്യക്തിയാണ്. രണ്ടിനും ഒരേ തൂവൽ പക്ഷികൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്നത് PP ദിവ്യ കടക്ക് പുറത്തുനിന്നുള്ള രീതിയിലല്ല, പക്ഷെ തന്റെ അതിനേക്കാളും അപ്പുറത്തുള്ള ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നവീന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയുടെ ആ ഒരു പ്രഭാവേ പോയി മൊത്തത്തിൽ അടിച്ച്. പിന്നെ എങ്ങനെ നിർത്താനാണ്, നിർത്തിയെ തന്നെ 8 നില പൊട്ടാൻ വേണ്ടി എവിടെയെങ്കിലും നിർത്താൻ വേണ്ടിയിട്ട് CPM ശ്രമിക്കുക. കാരണം ഇവരെയൊക്കെ കൃത്യമായിട്ട് നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. അവരൊക്കെ എടുത്ത് തോളെ വെക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവരെ കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. അത് ഇനിയെങ്കിലും ഇവരൊക്കെ മനസ്സിലാക്കണം. ആര്യ ഉൾപ്പെടെ PP ദിവ്യ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം, ഞങ്ങളെ എന്തുകൊണ്ടും നിർത്തുന്നില്ല. ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് PP ദിവ്യ നിർത്തും. PP ദിവ്യ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഞാൻ 3 വർഷമൊക്കെ ആയി, ഇനി എന്നെ നിർത്തേണ്ട കാര്യമുണ്ടോ, എന്നെ പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി, ഇതൊക്കെ ചുമ്മാ പറയാന്നുള്ളതേ ഉള്ളൂ. ഈ 3 വർഷം 10 വർഷം അടുത്ത പഞ്ചായത്ത് ഇതായിട്ട് മത്സരിക്കുക, ഏതെല്ലാം തരത്തില്ല, അല്ലെങ്കിൽ നിയമസഭ ഇരുന്നുണ്ടല്ലോ അടുത്ത മത്സരിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട പാർട്ടി ഭാഗത്തിലേക്ക് PP ദിവ്യ അടുപ്പിക്കാത്തത്? എന്താണ് റീസൺ? അപ്പൊ ഈ സ്വയം പോസ്റ്റൊക്കെ ഇട്ട് ഞാനങ്ങ് വലിയ ആളാണ്, ഞാൻ ഭയങ്കര CPM-കാരിയാണേ, ഞാനങ്ങ് കമ്മ്യൂണിസ്റ്റുകാരിയാണേ, അടിമയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെയും PP ദിവ്യൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കൂടെ നിൽക്കാനും കൊട്ടാനും സഖാക്കന്മാരുണ്ടായിരിക്കും. പക്ഷെ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി വരുമ്പം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങളുടെ പേരിൽ ആരോപണങ്ങളുണ്ട്, ഇതിന്റെ അടിസ്ഥാനമാക്കി അവർ നിർത്തത്തുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഭരിക്കുമ്പം ഭരിക്കും, പക്ഷെ അതിനുശേഷം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയോ ഒരു നേതാവോ ഉണ്ടാവത്തില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CPM ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഇപ്പൊ പേടിയാണ് ഓരോരുത്തരും നിർത്താൻ. കാരണം ഓരോ പാർട്ടിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അടിത്തട്ടിലൂടെ ഇപ്പൊ BJP-യിൽ കഴിഞ്ഞ തവണ നിർത്തിയിരിക്കുന്ന എല്ലാ കൗൺസിലർമാരെ ഇപ്പൊ നിർത്തുന്നുണ്ട്. എന്താണ് കാരണം? അവർ
കൃത്യമായിട്ട് എന്തൊക്കെയാണോ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അവരുടെ ഇടപെടൽ അങ്ങനെയായിരുന്നു. കാരണം അടുത്ത തവണയും അവിടെ BJP ജയിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു യഥാർത്ഥ പാർട്ടിക്കാർ എന്ത് ചെയ്യും? അത്തരത്തിൽ ആ രീതിയിൽ ഇടപെടും. പക്ഷെ BJPക്ക് എന്ത് പറഞ്ഞാലും അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ നേരത്തെ നിർത്തിയിട്ടുള്ള കൗൺസിലർമാരെ തന്നെ നിർത്തും. കാരണം അവര് ഈ റോഡ് ഇത് പുനരുദ്ധാരണവും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ജനം എപ്പോഴും ചിന്തിക്കുന്നത് ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്ക് ആവശ്യം ഒന്ന് ആധാർ കാർഡ് ഒന്ന് പുതുക്കാൻ, അല്ലെങ്കിൽ ഒന്ന് റേഷൻ കാർഡിന്റെ ഇതൊന്ന് മാറ്റാൻ, അല്ലെങ്കിൽ പേര് മാറ്റാൻ, അല്ലെങ്കിൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന്, അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴേ, അതിര് തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴേ, അതേപോലെ തന്നെ വീട് കിട്ടാത്തവർക്ക്, അല്ലെങ്കിൽ ഈ കോഴി വളർത്ത പക്ഷി, അതിര് തർക്കം ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്കുന്നത് കൗൺസിലർ. അത് മാത്രമല്ല ചില കുടുംബ വഴക്കുകൾ ഉണ്ടാകുമ്പോഴേ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ ഓടിയെത്തുന്ന ഒരു നേതാവിനെയാണ് സാധാരണ ജനങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ നിർണായകം. അത് കോൺഗ്രസിനും BJPക്ക് ഇപ്പം അത് മനസ്സിലായിട്ടുണ്ട്. CPM ഇതിന് മുന്നേ മനസ്സിലായതുകൊണ്ടാണ് എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും അവർക്കൊരു വലിയ ഭൂരിപക്ഷം കിട്ടുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, മാറി ചിന്തിച്ചു തുടങ്ങി കോൺഗ്രസും BJPയും. ആ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം. അത് എങ്ങനെയായിരിക്കും? അതുപോലെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് കൊടുക്കുന്നത്. തങ്ങളുടെ ഇടയിലുള്ള കോൺഗ്രസ് നേതാവ് കമ്മ്യൂണിസ്റ്റുകാരനായാലെന്താ, അവൻ ഞങ്ങൾക്ക് വേണ്ടി അല്ലെ, അവര് ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, അപ്പൊ ഇവര് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ഒരാള്, അതിന് തന്റെ ഇടമുള്ള ഒരു വ്യക്തി, അത് ഒരു പക്ഷെ മന്ത്രി പദത്തിനേക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് തദ്ദേശ ഓരോ കൗൺസിലറിനും. അതിൽ പരാജയപ്പെട്ട ഒരു കൗൺസിലർ എന്ന ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ആ ഒരു വാർഡ് പോലും നയിക്കാൻ പറ്റാത്ത ആര്യ എന്തിനാണ് പൊക്കി തൂക്കിയെടുത്ത് തലസ്ഥാനം ഭരിക്കാൻ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ അറിയില്ല. അതിൽ പരാജയം എന്ന 0 മാർക്ക് തന്നെ കൊടുക്കേണ്ടി. ഇനി PP ദിവ്യയുടെ ധാർഷ്ട്യം, ആരെ എന്തും പറയാനുള്ള ധാർഷ്ട്യമാണ് PP ദിവ്യ ഈ പരുവത്തിൽ എത്തിച്ച്. ഇനി ഒരു കൗൺസിലർ പോയിട്ട് ഒരു കാലത്തും ജനം മറക്കത്തില്ല നവീന്റെ മുഖം. അത് മറക്കാത്തിടത്തോളം കാലം PP ദിവ്യക്ക് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ശോഭിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കുറെ ഈ പറയുന്ന സഖാക്കന്മാര് PP ദിവ്യ ഇടുന്ന പോസ്റ്റിന്റെ താഴെ സഖാത്തി ഞങ്ങൾ ഒപ്പം ഉണ്ട് എന്ന് പറയും. അല്ലാതെ ജനം ഒരിക്കലും അവരെ അംഗീകരിക്കില്ല. അവർ ഇനി ചെയ്യേണ്ടത് തെറ്റ് തിരുത്താൻ പറ്റുമെങ്കിൽ തെറ്റ് മനസ്സിലാക്കിയാലേ അന്നെങ്കിലും അവർ പറയും ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാനത് അങ്ങനെ അല്ല. ഇതിപ്പോഴും അതിൽ പിടിച്ചു നിന്നുകൊണ്ട് ആ കുടുംബത്തെ കൂടി ആക്ഷേപിക്കുന്ന തരത്തില്ല. ഇത് ഇവർ ആക്ഷേപിക്കും തോറും എന്താണ് ജനങ്ങൾക്ക് ഇവരോട് വിരോധം കൂടാം. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ഇവരെ രണ്ടുപേരെ നമ്മൾ ഏറ്റെടുത്തെങ്കിലും CPM ഇനി ചിന്തിക്കേണ്ടത് ഇതുപോലുള്ള ചില നേതാക്കന്മാർ ഇനിയുണ്ട്. ഈ നേതാക്കന്മാരൊക്കെ ഒന്ന് ചിന്തിച്ച് പെരുമാറിയ, പിണറായി വിജയന്റെ പാത പിന്തുടർന്നു പോയ ഒരു കാലത്ത് നല്ലൊരു CPM പുനർവിചിന്തനം നടത്തുന്നുണ്ടല്ലോ എന്നതിൽ സന്തോഷം. കാരണം മേയറിനെ വീണ്ടും അവിടുത്തെ നിർത്തി തോൽക്കാത്തതിൽ, അതുമാത്രമല്ല ആരെ നിർത്തിയാൽ ജയിക്കുമെന്ന ചിന്ത വന്നതിലും CPM-ന് എന്തായാലും ഹസ്തദാനം നൽകുന്നു. ഇനിയും കൂടുതൽ ചിന്തിക്കും. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ ആഴത്തിൽ ജനങ്ങളുടെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആര് നിന്നാലും ജയിക്കാനുള്ള സാധ്യത കുറവാണ്. കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ഇനി ഇപ്പോൾ സ്ഥാനം കൊടുക്കാതെ മറ്റ് മന്ത്രിസ്ഥാനത്തിലേക്കോ MLA സ്ഥാനത്തിലേക്കോ ഒക്കെ വരുന്നു എന്നും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം.